അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു റബീഉൽ അവ്വൽ 12-ന്റെ ആ ഒരു ദിവസം വന്നെത്തിയിട്ടുണ്ട് കേട്ടോ. അന്നത്തെ ആ ഒരു രാവിലെ എന്ത് രസമാണ് അല്ലേ. രാവിലെ തന്നെ വാതിലിങ്ങനെ തുറക്കുമ്പോൾ തന്നെ പള്ളിക്കന്നൊക്കെ 4 മണിക്ക് തന്നെ മൗലൂദൊക്കെ ആരംഭിച്ചു. ആ മൗലൂദ് ഇങ്ങനെ ചെവിയിലേക്ക് വാതിൽ തുറക്കുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ അതൊരു നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. അപ്പോൾ സോനും ഓൻ്റെ അപ്പച്ചിയും കൂടിയും പള്ളിക്കക്ക് മൗലൂദ് ചെല്ലാനായിട്ട് പോയിട്ടുണ്ട്. ഞാൻ ആ നേരം കൊണ്ട് തഹജ്ജുദൊക്കെ നിസ്കരിച്ച് നമ്മളെ വീട്ടിൽ മൗലൂദൊക്കെ ചെല്ലാനായിട്ട് ഒരുങ്ങുകയാണ്. നമ്മൾ മൗലൂദൊക്കെ ചൊല്ലി കഴിഞ്ഞപ്പോൾ തന്നെ സുബഹി ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സുബഹി നിസ്കാരം കൂടി കഴിഞ്ഞതിന് ശേഷം ചായക്കുള്ള വെള്ളം വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാ നമ്മൾ ചായ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് പൊടിയിട്ട് കാണാൻ വാങ്ങി വെക്കണം. നമുക്കൊന്ന് കടികളൊന്നും വേണ്ട കേട്ടോ, ചായ മാത്രം മതി. കടി ഓല് മൗലൂദിന് പോയിട്ടുണ്ടല്ലോ, ഓല് വരുമ്പോൾ കടിയായിട്ടും വരും കേട്ടോ. അപ്പോൾ അതാ ഓല് വന്നപ്പോൾ ഒരു 3 പൊതി കടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ 2 പൊറാട്ടയും കറി ഉണ്ടാവും, അത് മതിയല്ലോ. നമുക്കെല്ലാവർക്കും ഓരോരോ പൊറാട്ട അത്രയൊക്കെ തന്നെയല്ലേ കഴിക്കുള്ളൂ. ടുട്ടൂന് ലിൻമോളൊക്കെ വിളിച്ചുണർത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടുന്ന് പോവണം. എൻ്റെ വീട്ടിലാണെന്ന് റബീഉൽ അവ്വൽ 12 കൂടാനായിട്ട് പോണത്. ഇവിടെ നിന്ന് ജാഥ ഇല്ല, അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ചുകാണ്ട് ഞങ്ങൾ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ഇന്ന് റബീഉൽ അവ്വൽ 12 തന്നെയാണ് പരിപാടി ഉണ്ടാവല്. ഇവിടെ അങ്ങനെ 12 പരിപാടി ഉണ്ടാവലില്ല. അപ്പോൾ പിന്നെ വീട്ടിലത്തെ പരിപാടി കാണാമെന്ന് വിചാരിച്ചാണ് പോകണതാണ്. പോണ വൈക്കലുള്ള മദ്രസിലൊക്കെ കുട്ടികൾ എത്തലും വൈക്കിൽ കൂടി കുട്ടികൾ പോവലും പരിപാടിയൊക്കെ ആരംഭിക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് അവിടുത്തെ പരിപാടി ആകുമ്പോഴത്തേന് എത്തണം എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണേ. അപ്പോൾ അതാ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ ഐസ് ഇവിടെ നല്ല ഉഷാറായിട്ട് ജാഥക്ക് പോകാനായിട്ട് മാറ്റി ഒരുങ്ങിയിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഓനെ മാറ്റി ഒരുങ്ങിയത് കാണാനായിട്ട്. അപ്പോൾ അതാ ഓനും ഓൻ്റെ ഒപ്പിയും കൂടി അങ്ങോട്ട് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. ഇതിൻ്റെ ചെറിയ ആങ്ങളെയാണ് കേട്ടോ. ഓല് രണ്ടാളും കൂടി പോകാനായിട്ട് ഒരുങ്ങുകയാണ്. വലിയ ആങ്ങളുടെ കുട്ടികൾ ഞങ്ങൾ ചെന്നപ്പോഴേ ഓല് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓല് പിന്നെ വേഗം പോയിക്കണേ. അപ്പോൾ അതാ നമ്മളെ റാലി വരുമ്പോൾ കൊടുക്കാനുള്ള മുട്ടായി ഇതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരുപാട് നേരത്തെ പണിയുണ്ട് കേട്ടോ. അതൊക്കെ ഓല് തലേന്ന് തന്നെ റെഡിയാക്കി വെച്ചതാണ്, ഓനും എൻ്റെ ചങ്ങായിമാരും കൂടി. അപ്പോൾ അതാ ഇവിടെ നാത്തൂന് നോട്ടുമാല ഉണ്ടാക്കണ തിരക്കിലുമാണ്. ഓള് ജാഥ വരുമ്പോഴത്തേന് ആ നോട്ടുമാല ആക്കും വേണം, പിന്നെ വേഗം പണി കഴിച്ചും വേണം എന്നുള്ള രീതിയിൽ. അപ്പോൾ പിന്നെ വേഗം നോട്ടുമാല ഇന്നലെ രാത്രി ഓൾക്ക് ഉണ്ടാക്കാനായിട്ട് ടൈം കിട്ടിയിട്ടില്ല കേട്ടോ. രാത്രി ഇതേപോലെ ഈ പരിപാടികളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഓൾക്ക് രാത്രി നോട്ടുമാല ഉണ്ടാക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല. ഇതുപോലെ ഒറ്റയ്ക്ക് ചെയ്ത പരിപാടിയൊന്നുമല്ല കേട്ടോ. എൻ്റെ ആങ്ങളെയും എൻ്റെ ചങ്ങായിമാരും കൂടിയാണ് ഇത് കൊടുക്കണത്. ഈ നോട്ടുമാലയും ഈ ഒരു മുട്ടായും ഓലെല്ലാവരും കൂടി കൂടിക്കാണ്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഓലെല്ലാവരും കൂടി ഇവിടെ വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്നലെ പിന്നെ നോട്ടുമാല ഉണ്ടാക്കാനുള്ള ടൈം ഓൽക്കവിടെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതാ ഇന്ന് രാവിലെ തന്നെ അതുകൊണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മളെ റാലി വരാനായപ്പോത്തിന് ഓല് വന്നിട്ടുണ്ട്. അതൊക്കെ പാക്കാക്കി 2 മദ്രസത്തെ റാലി ഇവിടെ വരും കേട്ടോ. അപ്പോൾ പിന്നെ 2 മദ്രസക്കുള്ളത് ഓല് വേറെ വേറെ പാക്കറ്റാക്കി വെക്കുകയാണ്. അപ്പോൾ നമ്മളെ റാലി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാനായിട്ട് ഞങ്ങളും കുറച്ചും കൂടെ റോട്ടിക്ക് നിന്നിക്കണേ. ആനന്ദദായകമായ ലഭിക്കുന്ന ഘോഷയാത്രയാണ് ഈ വഴിപ്പാറയെ ധന്യമാക്കിക്കൊണ്ട് കടന്നു വരുന്നത്. ആശീർവദിക്കുക, അഭിനന്ദിക്കുക, അനുമോദനത്തിന്റെ 1000 പൂച്ചെണ്ടുകൾ വാരി വിതറുക. പ്രിയമുള്ളവരെ, അജ്ഞതയുടെയും അന്ധകാരത്തിന്റെയും ഐടങ്ങളെയും നെട്ടത്തിരിഞ്ഞിരുന്ന സമൂഹത്തെ വിജ്ഞാനത്തിന്റെയും വിശ്വാസത്തിന്റെയും താഴ്വണ്ണത്തിലേക്ക് വഴി നടത്തിയ വിപ്ലവത്തിന്റെ വീരേതിഹാസം രചിച്ച വിശ്വാസത്തിന്റെ വിജ്ഞാനത്തിന്റെ വിനയത്തിന്റെ വിജയ വിളംബരം മുടക്കി മാനവകുലത്തിലൂടെ തന്നെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സഹനത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സദാചാരത്തിന്റെയും സന്മാർഗത്തിന്റെയും സന്ദേശം നൽകി സത്യത്തെയും ലോകത്തിന് മുമ്പിൽ വിളംബരം ചെയ്ത വിശ്വപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1501-ാം ജന്മദിനത്തിന്റെ ഭാഗമായി വനമ്പത്ത് ദാറുസ്സലാം ഹയർ സെക്കൻഡറി മദ്രസ മാനേജിംഗ് കമ്മിറ്റി യാത്രയാണ്. ഇന്നത്തെ വഴിത്താരകളിൽ അനവധി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ വഴിത്താരയിലെ മൺതടികളെയും മുൻതടികളെയും ആവേശം കൊള്ളിച്ചുകൊണ്ട് റാലി തന്നെ നമ്മളെ മുന്നിൽ കണ്ടെത്തിയപ്പോഴത്തേനും നല്ല മഴ പാറ്റിനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഒരുപാടൊന്നും കളിച്ചില്ല, വളരെ കുറഞ്ഞ ചെറിയൊരു കളി കളിച്ചുകാണ്ട് ഒരു വേഗണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ കുട്ടികളും നനയില്ലേ, നല്ല രസമുണ്ട് കേട്ടോ. കുട്ടികളെല്ലാവരും പാടങ്ങനെ മുട്ടായി പൊതിയും കയ്യിൽ പിടിച്ചിങ്ങനെ നടക്കണതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഇനി റാലി ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോഴത്തേന് നമ്മളെ നോട്ടുമാല ഇടാനായിട്ട് ഇവരിവിടെ റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ.
ഇതൊക്കെ എൻ്റെ ചെറിയ ആങ്ങളുടെ ചെങ്ങായിമാരാണ് കേട്ടോ. ഓലെല്ലാവരും കൂടി തന്നെയാണ് ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ മദ്രസത്തെ കുട്ടികൾ പോയി കഴിഞ്ഞിട്ട് വേണ്ട നമുക്ക് ഇനി അടുത്ത മദ്രസത്തെ ഒരു റാലിയും കൂടി വരാനുണ്ട്. എനിക്ക് ഈ നോട്ടുമാല വലിയിടലും അതേപോലെ മുട്ടായി കൊടുക്കലും ഇവരെ ഈ ആവേശമൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ ഉപ്പാനെ കേട്ടോ ഓർമ്മ വരുന്നത്. എല്ലാത്തിനും നല്ല ഉഷാറായിരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എല്ലാത്തിനും സജീവമായിട്ട് മുന്നിട്ടിറങ്ങുന്ന ഒരാൾ തന്നെയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഉപ്പ പോയതാണ് കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത്. ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നികത്താൻ കഴിയാത്തൊരു നഷ്ടമാണ് കേട്ടോ എൻ്റെ ഉപ്പ. ഇതേപോലെ റബീഉൽ അവ്വൽ അതേപോലെ പെരുന്നാൾ അങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ വരുമ്പോഴാണ് കേട്ടോ. അല്ലാത്തപ്പോൾ നമുക്ക് ഓർമ്മ ഇല്ല എന്നല്ല, പക്ഷെ ഇങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ കൂടുതലും നമ്മളെ മനസ്സിക്ക് ഓലൊക്കെ ഓടി വരിക കേട്ടോ. അതേപോലെ തന്നെ ഇവിടുത്തെ ഉമ്മ വാപ്പ ഓലൊക്കെ പേരക്കുട്ടികളെ കളികളൊക്കെ കാണാനായപ്പോത്തിന് ഓലൊക്കെ പോയി. അതിനുള്ളൊരു വിധിയൊന്നും ഓൽക്ക് ഉണ്ടായില്ല. ഇന്നിവിടെ ഓൽക്ക് വേണ്ടി ഓല മക്കളൊക്കെ ചെയ്യണ എല്ലാ നല്ല കാര്യങ്ങളും ഓൽക്ക് നല്ലൊരു തണലായിട്ട് അവിടേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. അപ്പോൾ അതാ നമ്മൾ അടുത്ത മദ്രസത്തെ ജാതി വരൽ തുടങ്ങിയിട്ടുണ്ട്. ഒരു മദ്രസത്ത് വന്നു പോയി പിന്നെ കുറച്ച് സമയം കഴിഞ്ഞേരം കേട്ടോ പിന്നത്തെ മദ്രസ വന്നിട്ടുണ്ടായിരുന്നത്. ഇവര് പിന്നെ കുറേ ദൂരം പോയിട്ടാണ് പിന്നെ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്ക് കുട്ടികളൊക്കെ നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ദഫും കുട്ടികളൊക്കെ ഇന്ന് പ്രത്യേകിച്ച് വെയിലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഒരു സുഖമുണ്ട്. പക്ഷെ എന്നാലും ഓല് എന്നോ തുടങ്ങി കളിയല്ലേ. ഇപ്പം പിന്നെ രാവിലെ തുടങ്ങിയിട്ടില്ലേ, ഇങ്ങോട്ട് എത്തിയപ്പോഴത്തേന് കുറേ നേരമായിട്ടുണ്ട്. എല്ലാ കുട്ടികൾക്കും മദ്രസ പഠിക്കണ എല്ലാ കുട്ടികളും വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാൻറ്റും ആണ്. അപ്പം തന്നെ അത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് എല്ലാവരും ഒരേപോലെ ഇട്ട് നിൽക്കുമ്പോൾ. അപ്പോൾ അത് നമ്മൾ ദഫ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പോൾ മുന്നിക്ക് പോയി ദഫ് എടുക്കാനായിട്ട് നമുക്ക് പറ്റൂല. അതുകൊണ്ട് തന്നെ ഞാൻ കുട്ടികളെ കൊണ്ടാണ് ഇത് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കുറേ ആണുങ്ങളും ഉസ്താദുമാരൊക്കെ ഉണ്ടാവുമ്പോൾ അതിൻ്റെ മുന്നിൽ പോയി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ എനിക്കാണെങ്കിൽ ദഫിൻ്റെ വീഡിയോ ഒന്ന് കിട്ടും വേണം. അപ്പോൾ പിന്നെ ഞാൻ കുട്ടികളെടുത്ത് ഫോണ് കൊടുത്തിട്ട് ഓലെ കൊണ്ട് എടുപ്പിച്ചൊരു വീഡിയോ ആണ് കേട്ടത്. ഈ ദഫിൻ്റെ ഒരു പാട്ട് ഇവിടെ കൊടുക്കാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ നമ്മൾ അറിയാതെ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇനി കോപ്പിറൈറ്റും കാര്യങ്ങളും വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ദഫിൻ്റെ പാട്ട് ഇവിടെ മ്യൂട്ടാക്കി വെച്ചതാണ്. ഇതിൻ്റെ പാട്ടും കൂടി കേട്ടുകാണ്ട് ഈ ഒരു സ്റ്റെപ്പ് കാണുമ്പോഴാട്ടാ ഇതിൻ്റെ ഒരു ഭംഗി. ഇതിപ്പോൾ പാട്ടില്ലാതെ കാണുമ്പോൾ അത്ര തന്നെ ഭംഗി തോന്നൂല. കുട്ടികളൊക്കെ നന്നായിട്ട് തന്നെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് എത്തിയപ്പോഴത്തിന്. എന്നാലും ഓലുമ്മമാരിങ്ങനെ കാണാൻ നിൽക്കല്ലേ എന്ന് വിചാരിച്ചുകാണ്ട് ഓല് നമുക്ക് മുന്നിൽ കളിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇവരെ ദഫ് കളി കഴിഞ്ഞേക്കിന് തന്നെ ഇവർക്കുള്ള നോട്ടുമാലയും ഇവിടെ റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ. നമ്മളെ ഐസുമാണ് ഇപ്പോൾ ഇവർക്ക് നോട്ടുമാല ഇട്ട് കൊടുക്കണത്. റബീഉൽ അവ്വൽ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു ആവേശം വേറെ തന്നെയാണ് അല്ലേ. അന്ന് എല്ലാവരും എല്ലാ ജോലി തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് ഇതിനായിട്ട് അങ്ങോട്ട് ഇറങ്ങും. ഘോഷയാത്രയാണ്. മദ്രസ വിദ്യാർത്ഥികളും ഉസ്താദുമാരും പൂർവ്വ വിദ്യാർത്ഥികളും മുതഅല്ലിമീങ്ങളും രക്ഷിതാക്കളും നാട്ടുകാരും അണിനിരുന്ന് ദർശനത്തിന്റെയും ഫ്ലവർ ഷോയുടെയും വൈറ്റ് ഗാർഡിന്റെയും അകമ്പടിയോടെ ഇതുവഴി കടന്നു വരുന്നത്. ആശീർവദിക്കുക, പ്രിയമുള്ളവരെ, അഭിവാദ്യങ്ങൾ അർപ്പിക്കുക. അങ്ങനെ നമ്മളെ 2 മദ്രസത്തെ റാലിയും പോയി കഴിഞ്ഞുട്ടാ. ഇനി ഇവിടെ ഉള്ള പരിപാടി എന്ന് വെച്ചാൽ ഓലുണ്ടാക്കി വെച്ച മുട്ടായികൾ കുറച്ച് ബാക്കിയായിട്ടാ. ഇഷ്ടം പോലെ ഓലുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 2 മദ്രസക്കും കൊടുത്തിട്ടും കണ്ടു നിൽക്കണോൽക്ക് കൊടുത്തിട്ടും കുറച്ച് ബാക്കിയായി. അപ്പോൾ അതാ ഓല് എല്ലാവരും പാക്കറ്റ് ആക്കിയിട്ട് കൊണ്ടുപോവാണ് കേട്ടാ. എല്ലാവരും കുറേശ്ശെ എടുത്തുകൊണ്ട് കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങൾക്കും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓലിങ്ങനെ കൊണ്ടുപോകണൊക്കെ കണ്ടപ്പോൾ അതൊരു രസമായിട്ടാ. അപ്പം ഞാൻ ഓലോട് പറഞ്ഞു ആരൊക്കെ തോനെടുത്തിട്ടുണ്ട് നോക്കട്ടെ ഈ വീഡിയോയിൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓലോട് അങ്ങനെ പറയുന്നു. ഈ ഒരു മുട്ടായി കൊടുത്തപ്പോൾ എളുപ്പം കഴിഞ്ഞുട്ടാ. ഇന്നലെ എപ്പോൾ തുടങ്ങിയിരിക്കണമെന്നറിയാം. ഒരുപാട് സമയം ഇത് പാക്കാക്കാനും ഇതിനൊക്കെ ആയിട്ടുള്ള നിന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും ആ റാലിയാണ് കഴിഞ്ഞ് എല്ലാവർക്കും തികഞ്ഞു എന്ന് കണ്ടപ്പോൾ ഓൽക്കും തന്നെ നല്ലൊരു സമാധാനമായിട്ടുണ്ടായിരുന്നു. എല്ലാവരും മുട്ടായിയൊക്കെ ഒരച്ച് പോയിട്ടാ. ഇനി പള്ളിക്കൊക്കെ മൗലൂദിനായിട്ട് പോവുകയാണ്. എന്നിട്ട് ഇനി അവിടുന്ന് ചോറും കൊണ്ട് വരും. അപ്പോൾ പിന്നെ എല്ലാവർക്കും ചോറും വയ്ക്കാം. ഇന്നിപ്പോൾ എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു ദിവസമാണല്ലോ. ഇതിപ്പോൾ ഇവനെ ഓനായിട്ട് തോനെടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരട്ടെ. എനിക്ക് ഞാനും കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞാണ് കാണിച്ചു തരണേ. ഇവരൊക്കെ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടുന്ന് പോന്നിട്ട് 19 വർഷമായില്ലേ എന്നെ കല്യാണം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് പോന്നിട്ട്. ഇവരൊക്കെ എന്നോ കണ്ടതാണ് കേട്ടോ. ഇപ്പോൾ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയണ തന്നെ ഉണ്ടായിരുന്നില്ല. ഓല് പറയുമ്പോഴാണ് പിന്നെ ഞാൻ അറിയണത്. പിന്നെ ഇതാ മൗലൂദും കഴിഞ്ഞ് ചോറും കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതാ കുട്ടികൾക്കൊക്കെ വിളമ്പി കൊടുത്ത് നമുക്കൊന്ന് വെയിച്ചാൽ ഇവിടെ 3 മദ്രസത്തെ ചോറ് ഇവിടെ എത്തൂട്ടാ. അതിപ്പോൾ 2 മദ്രസ ഇട്ട് ഇവർ കൊടുന്നിക്കണേ. 3ാമത്തെ മദ്രസത്തും കൊണ്ടുവരാനായിട്ട് പോവുകയാണ്.
ഒരു മദ്രസത്ത് എന്ന് പറഞ്ഞാല് ഇവിടെ കുട്ടികൾ പോണ ഒരു മദ്രസ ഉണ്ട്, ആങ്ങളുടെ കുട്ടികൾ പോണ മദ്രസ ഉണ്ട്. അവിടുത്തെ മദ്രസത്തെ ചോറും കിട്ടും. പിന്നെ ചെറിയ ആങ്ങള സജീവമായിട്ട് പ്രവർത്തിക്കണ ഒരു മദ്രസ ഉണ്ട്, അവിടുന്നും കിട്ടും ചോറ്. മൂന്നാമത്തെ മദ്രസ എന്ന് പറഞ്ഞാല് എൻ്റെ ഉപ്പ സജീവമായിട്ട് പ്രവർത്തിച്ചതിനൊരു മദ്രസയായിരുന്നു. അപ്പൊ പിന്നെ എൻ്റെ ഉപ്പ മരിച്ച മുതൽക്കും ഓല് ഞങ്ങൾക്ക് ഇവിടെ ചോറ് എത്തിച്ച് തരലുണ്ട്. അപ്പൊ 3 മദ്രസൊന്നും 3 വിധമുള്ള ചോറാണ് കിട്ടിയിട്ടുണ്ട്. നെയ്ച്ചോറും ബീഫ് കറിയും കിട്ടിയിക്കണേ, അതേപോലെ തേങ്ങാച്ചോറും ബീഫ് കറിയും കിട്ടിയിക്കണേ, കുട്ടൻ ബിരിയാണിയും കിട്ടിയിക്കണേ. അപ്പൊ കുട്ടികൾക്കൊക്കെ ബിരിയാണി മതി എന്ന് പറഞ്ഞിട്ട് ഓൽക്കൊക്കെ ബിരിയാണി വിളമ്പി കൊടുക്കണേ. കൂട്ടത്തു കൂടി ഓൽക്ക് കൊടുത്തുകാണ്ട് ഞങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികളൊന്നും രാവിലെ ചായ തന്നെ ശരിക്കും കുടിക്കാതെ റാലിക്ക് പോയതാണ് എന്നാട്ടെ പറഞ്ഞത്. അപ്പോൾ ഇതാ ഓൽക്കൊക്കെയാണ് ചോറ് കൊടുത്തേക്കണേ. ഇനിയിപ്പോൾ ഓൽക്ക് നേരം വൈകിച്ചുണ്ടല്ലോ, ചൂടാറും വേണ്ടാന്ന് വിചാരിച്ചാൽ ചൂട് കൊടുക്കണത്തിന് തിന്നോട്ടെ വിചാരിച്ചാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ ചോറുന്നലൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ 3ാമത്തെ മദ്രസത്തെ ചോറും ഇവിടെ വന്നിട്ടുണ്ട്. ചോറയ്ക്കലും കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞിക്കാണ്ട് നന്നായിട്ടൊന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല എല്ലാവരും കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എണീക്കുമ്പോൾ 5:30 മണിയായിട്ടാണ് കേട്ടോ. ഉച്ചക്ക് കിടന്നുറങ്ങിയിട്ട് കുട്ടികളും എല്ലാവരും ഉറങ്ങി. എല്ലാവരും നേരത്തെ നീച്ചതല്ലേ, അതുകൊണ്ട് തന്നെ എല്ലാവരും കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ്ട് മഗ്‌രിബിക്ക് ബാങ്ക് കൊടുക്കാനായിക്കണു. ഞാൻ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പോരുമ്പോൾ ഇവിടെ ഇപ്പോൾ നാളെയാണല്ലോ പരിപാടി. അപ്പോൾ എൻ്റെ ആങ്ങളുടെ കുട്ടികളും എൻ്റെ കൂടെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ പരിപാടി കാണാനായിട്ട്. അപ്പോൾ എൻ്റെ വീട്ടിലെ റബീഉൽ അവ്വലിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്